മതവും രാഷ്ട്രീയവും എന്നും വ്യത്യസ്തമായിരുന്ന രണ്ട് എൻറ്റിറ്റികളായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ നേതാക്കളും ഈ അടുത്ത കാലം വരെ കണക്കാക്കിയിരുന്നതും പ്രവർത്തിച്ചിരുന്നതും അങ്ങനെയാണ്. മതത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. രാഷ്ട്രവും മതവും ഒന്നാകുമ്പോൾ വളരെ വലിയ പ്രശ്നം വരും. കാരണം നമ്മുടെ ഭരണഘടനയിലെ മതേതരത്വം എന്ന് പറയുന്ന ആ വകുപ്പ് അത് ഒരു നോക്കുകുട്ടി, ഒരു ഡെഡ് ലെറ്ററായിട്ട്, ഒരു നോക്കുകുത്തിയായിട്ടങ്ങ് മാറും. ഏതാണ്ട് ഇപ്പോൾ അതങ്ങനെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഭാരതം ഇന്ത്യ ഏതാണ്ട് ഒരു മതരാഷ്ട്രമായിട്ട് അതപ്പതിച്ചു പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം വിവാദപരമായ വിഷയമായതുകൊണ്ട് അത് പറയേണ്ടപ്പോൾ പറയാം അതിനെക്കുറിച്ച്. ഇപ്പോൾ നമ്മൾ കാണുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടിക്കടി ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം വന്നതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതായിട്ടില്ല. ശ്രീമാൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ്. പിന്നെ അപ്പോൾ വന്നപ്പോൾ അദ്ദേഹം ക്ഷേത്ര സന്ദർശനങ്ങളൊക്കെ നടത്തി. അത് ഇന്ത്യയിൽ പലയിടത്തും, ഇവിടെ കഴിഞ്ഞിട്ട് പിന്നെ രാമേശ്വരത്ത് പോയി. അവിടെ എല്ലാം ശ്രീരാമക്ഷേത്രം ഇവിടെ രണ്ടിടത്തും അദ്ദേഹം തൃപ്രയാറിലും അതേപോലെ തന്നെ രാമേശ്വരത്തും ഒക്കെ സന്ദർശിച്ചു ഒക്കെ പോയി. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര്, അതായത് ഇന്നലെ ഒരു വളരെ ഒരു മഹാനായ വ്യക്തി എന്ന് നമ്മളൊക്കെ ധരിക്കുന്ന ഒരാളിരുന്നുകൊണ്ട് പറഞ്ഞു, ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതല്ലേ മതം, അതായത് മതത്തിൻ്റെ പിൻബലമില്ലാത്ത രാഷ്ട്രീയം അപകടകാരിയാണ് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ അദ്ദേഹം അത്രേ പറഞ്ഞുള്ളൂ, അതിൻ്റെ പുറയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം വായിച്ചില്ല. ഗാന്ധിജിയുടെ മതം എന്താണെന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. ഗാന്ധിജി ആദ്യം പറഞ്ഞു, റിലീജിയസ്, അതായത് പൊളിറ്റിക്സ് വിത്തൗട്ട് റിലീജിയസ് ബാക്കിംഗ് ഈസ് എ ഡേഞ്ചറസ് പാസ്റ്റ് ടൈം എന്ന് ഗാന്ധിജി പറഞ്ഞു. ശരിയാണ്. അതായത് മതത്തിൻ്റെ പിൻബലമില്ലാത്ത രാഷ്ട്രീയം അപകടകാരിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഗാന്ധിജി പറഞ്ഞു, എന്താണ് എൻ്റെ മതം എന്ന് ഗാന്ധിജി പറഞ്ഞു. അത് അദ്ദേഹം വായിച്ചിട്ടില്ല കേട്ടോ. അത് വായിക്കാത്തതാണോ അതോ ഈ ജനങ്ങൾ കേൾക്കും എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. വായിച്ച് കാണേണ്ടതാണ്. മനഃപൂർവ്വം അത് അങ്ങ് മുക്കി വെക്കാം എന്ന് വിചാരിച്ചായിരിക്കും. ഗാന്ധിജി പറഞ്ഞു, മതത്തിൻ്റെ പിൻബലമില്ലാത്ത രാഷ്ട്രീയം അപകടകാരിയാണ്. എൻ്റെ മതം എന്ന് പറയുന്നത് സർവീസ് ടു ഹ്യൂമാനിറ്റി, അതായത് ജനങ്ങൾക്ക് സർവീസ് കൊടുക്കുക, അവരെ സേവിക്കുക, ജനങ്ങളെ സേവിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ മതം. അതാണ് വേണ്ടത്. അതാ ഗാന്ധിജിയുടെ മതം. അല്ലാതെ ഗാന്ധിജി ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒന്നുമല്ല. ഗാന്ധിജി യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ മതം എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം എപ്പോഴും പറയും റാം റഹീം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. രാമനും റഹീമും എനിക്ക് ഒരുപോലാണ്. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞതാണ് ഇതുപോലെ മതത്തിൻ്റെ പിൻബലമില്ലാത്ത രാഷ്ട്രീയം അപകടകാരിയാണ്. എൻ്റെ മതം എന്ന് പറയുന്നത് പൊതുജന സേവനമാണ് എൻ്റെ മതം. ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്നതാണ് എൻ്റെ മതം. ആ മതം ആയിരിക്കണം രാഷ്ട്രീയക്കാർക്ക്. അതല്ലേ സത്യം. പൊതുജന സേവനം മനസ്സിലില്ലാത്ത ആളുകൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ അത് യഥാർത്ഥ അവരെ രാഷ്ട്രീയക്കാരായിട്ട് മാറുമോ? ഇല്ലല്ലോ. അത് അപകടകരമായ രാഷ്ട്രീയമായിട്ട് മാറും. അതാണ് ഗാന്ധിജി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മതം ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനമാണ് എൻ്റെ മതം. ജനങ്ങൾക്ക് സർവീസ് ടു ഹ്യൂമാനിറ്റി ആൻഡ് ഹ്യൂമൻ സർവീസസ്, അതാണ് എൻ്റെ മതം. ആ മതത്തിൻ്റെ പിൻബലമില്ലാത്ത രാഷ്ട്രീയം അപകടകാരിയാണെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ഇത് കേട്ടുപോയതുകൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. ഞാൻ വളരെ കാര്യമായിട്ടിരുന്ന് പറയുന്നത് കേട്ടു. അത് ഇരുന്ന് ആരും മറുപടി പറഞ്ഞതുമില്ല. കാരണം ബാക്കി വായിച്ചിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ അത് പറയാൻ താല്പര്യമില്ലായിരിക്കും. ഇതുവരെ മഹാത്മാഗാന്ധിയെ വേണ്ടാത്ത ആളുകളൊക്കെ ഇപ്പോൾ അങ്ങ് മഹാത്മാഗാന്ധിയുടെ കാര്യം അങ്ങ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് വല്ലഭായ് പട്ടേലിനെ വിലക്കെടുത്തല്ലോ. അപ്പോൾ വല്ലഭായ് പട്ടേലിനെ അക്വയർ ചെയ്തു പോയി. കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്ന് പോയി വല്ലഭായ് പട്ടേൽ യഥാർത്ഥത്തിൽ RSSനെ നിരോധിക്കാൻ റെക്കമെൻഡ് ചെയ്ത ആളാണ് പട്ടേൽ. അപ്പോൾ പട്ടേൽ അവരുടെ ആളായി. പട്ടേലിൻ്റെ പ്രതിമയൊക്കെ കൊണ്ടുവന്നു. ഓരോ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതുവരെ ഗാന്ധിജിയുടെ വേണ്ടാത്ത ആളുകൾ ഇനിയിപ്പോൾ മഹാത്മാഗാന്ധി അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു, ഗാന്ധിജി അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാനായിട്ടുള്ള ഒരു തുടക്കം ഇപ്പോൾ ഉണ്ട് കേട്ടോ. ആ രീതിയിലായി. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെന്തെന്നറിയാം, ഇതെല്ലാം രാഷ്ട്രീയമാണ്. ഇപ്പം ഇത് രാഷ്ട്രീയമായിട്ട് ഇതെല്ലാം അധപ്പതിക്കുകയാണ്. എന്നുവെച്ചാൽ രാഷ്ട്രീയമാക്കി മാറ്റുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ മതവും രാഷ്ട്രീയം ഒന്നിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? മതത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടും, രാഷ്ട്രീയത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടും. അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഈ ലോകത്ത് വീണ്ടും ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ
നമ്മളൊരു നോക്കുകുത്തിയായിട്ട് മാറും. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. മാത്രമല്ല ഇവിടെ അഥവാ ഒരു വലിയ വലിയ പ്രശ്നങ്ങൾ ഇനി ഒരുപാടുണ്ടാവാൻ തലപൊക്കാൻ തുടങ്ങുകയാണ്. ആ രീതിയിലേക്ക് വരും.